ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കളുടെ കാരുണ്യം വേണ്ട ഒരു സംഭവത്തിലേക്കാണ് ഈ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. സൗദിയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു മലയാളിയുണ്ട്. കോഴിക്കോട് ഫറൂഖിലെ അബ്ദുറഹ്മാനെ മോചിപ്പിക്കാൻ ബ്ലഡ് മണിയായി ഇപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണ്ട് 34 കോടി രൂപയാണ്. 10 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏപ്രിൽ 16-നകം ഈ പണം ബന്ധുക്കൾക്ക് കൊടുക്കണം. ഈ മാസം 16-നകം ഈ ദയാധനമായി 34 കോടി രൂപ കൈമാറിയില്ലെങ്കിൽ അബ്ദുറഹ്മാന് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. സുമനസ്സുകൾക്ക് മുമ്പിൽ കൈനീട്ടുകയാണ് അബ്ദുറഹ്മാൻ. ഏതാണ്ട് 18 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ 26 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ അബ്ദുറഹ്മാൻ സൗദിയിൽ കാലുകുത്തുന്നത്. ഒരു സ്പോൺസറിൻ്റെ ഡ്രൈവറും അതേസമയം തന്നെ അരയ്ക്ക് താഴെ ശരീരശേഷി ചലനമറ്റ ശരീരം ഉള്ള ഒരു കുട്ടിയെ രക്ഷിക്കുന്ന ജോലിയായിരുന്നു അതിനുണ്ടായിരുന്നത്. അവിടെ പറ്റിയ ഒരു അപകടമാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവിന് 10 കൊല്ലവും ഇദ്ദേഹത്തിന് വധശിക്ഷയും കിട്ടിയത്. ആ സ്റ്റോറിയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. ഇനി 10 ദിവസം മാത്രമാണ് ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് മുന്നിലുള്ളത്. ഏപ്രിൽ 16-നുള്ളിൽ മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ കോഴിക്കോട് സ്വദേശി അബ്ദുറഹീം റിയാദിൽ വധശിക്ഷയ്ക്ക് വിധേയനായേക്കാം. അബ്ദുറഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടത് 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപയാണ്. ഭീമമായ ഈ തുക കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് അബ്ദുറഹീമിന്റെ പ്രായമായ ഉമ്മയും കുടുംബവും. 34 കോടിയിൽ 10% പോലും ഇതുവരെ സ്വരൂപിക്കാൻ സാധിച്ചിട്ടില്ല. കുടുംബം പോറ്റാൻ സൗദിയിലേക്ക് പോയതാണ് അബ്ദുറഹീം. 18 വർഷം മുമ്പ് അബ്ദുറഹീമിന്റെ 26-ാമത്തെ വയസ്സിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഡ്രൈവർ ജോലിക്ക് പുറമെ സ്പോൺസറുടെ കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി അബ്ദുറഹീമിനുണ്ടായിരുന്നു. കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണങ്ങൾ വഴിയായിരുന്നു കുട്ടിക്ക് ഭക്ഷണപാനീയങ്ങളെല്ലാം നൽകിയിരുന്നത്. അബ്ദുറഹീമും ഈ കുട്ടിയും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അബ്ദുറഹീമിന്റെ കൈ ഈ ഉപകരണത്തിൽ തട്ടുകയും കുട്ടി ബോധരഹിതനാകുകയും ചെയ്തു. പിന്നീട് കുട്ടി മരിച്ചു. അബ്ദുറഹീം സൗദിയിലെത്തിയ ഉടനെയായിരുന്നു ഈ സംഭവം. കുട്ടി മരിച്ചതോടെ പരിഭ്രാന്തനായ അബ്ദുറഹീം ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചു. സംഭവം നടന്നയുടൻ അബ്ദുറഹീം ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തി സഹായം തേടി. പിടിച്ചുപറിക്കാർ റഹീമിനെ ബന്ധിയാക്കി കുട്ടിയെ ആക്രമിച്ചു എന്ന രീതിയിൽ രണ്ടുപേരും ചേർന്ന് ഒരു കഥയുണ്ടാക്കി. റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അറസ്റ്റിലായ ബന്ധുവിന് 10 വർഷത്തിന് ശേഷം ജാമ്യം ലഭിച്ചു. സാഹചര്യ തെളിവുകൾ കൂടി കണക്കിലെടുത്ത് അബ്ദുറഹീം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. അപ്പീൽ കോടതിയും ഈ വിധി ശരിവെച്ചു. വധശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ പിന്നെ ഒരൊറ്റ മാർഗമേയുള്ളൂ: മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾ മാപ്പ് നൽകുക. ഇതിന് ആദ്യം തയ്യാറാകാതിരുന്ന കുടുംബം നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമാണ് മാപ്പ് നൽകാൻ തയ്യാറായത്. മാപ്പ് നൽകാൻ ആ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യമാണ് 15 മില്യൺ റിയാൽ, 34 കോടി രൂപ. ഏപ്രിൽ 16-നുള്ളിൽ ഇത്രയും തുക നൽകിയാൽ അബ്ദുറഹീമിന് മാപ്പ് ലഭിക്കുകയും മോചനം സാധ്യമാകുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. യഥാർത്ഥത്തിൽ ഇനി 10 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അബ്ദുറഹ്മാൻ്റെ മോചനം സാധ്യമാക്കുകയും അതിൻ്റെ വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്യണമെങ്കിൽ സുമനസ്സുകളായ നമ്മൾ മലയാളികളെല്ലാവരും സഹായിക്കണം. അതിനുവേണ്ടി ഒരു വെൽഫെയർ സംഘമൊക്കെ സൗദി അറേബ്യയിൽ തുറന്നിട്ടുണ്ട്. ജിദ്ദയിലൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം നാട്ടിലും മലപ്പുറത്തും ഒക്കെ തന്നെ ഒരു സംഘം ആൾക്കാർ ഇതിനായിട്ട് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെയാണ്. ആർക്കാണ് ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുക? നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും സങ്കടകരമായ ഒരു സാഹചര്യമാണ് അബ്ദുറഹ്മാൻ ഉണ്ടായിരിക്കുന്നത്. ഉത്കണ്ഠയോടെ ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മോചനം സാധ്യമാകും. തൻ്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങുന്ന ഈ സംഭവത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതി സൗദി ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം. കോടതി വിധി നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇത്തരം ഒരു മിസ്റ്റേക്ക് ഇത് അബ്ദുറഹീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനഃപൂർവ്വം കൊല്ലണമെന്നുള്ള ഒരു ചിന്തയും അബ്ദുറഹീമിന് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ജിദ്ദയിൽ നിന്ന് നമ്മളെ അറിയിക്കുന്നത്. ഇപ്പോൾ ഫറൂഖിൻ്റെ വീട്ടിൽ നമ്മുടെ വാർത്താ സംഘം എത്തിയിട്ടുണ്ട്. അരുൺ പാറാട്ടിന് നേതൃത്വമുള്ള ആളുകൾ. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഫാറ്റിമ നമുക്കൊപ്പം ഫറൂഖിലെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഈ ഉമ്മ ഇത് സംഭവം അറിഞ്ഞതിന് ശേഷം വല്ലാത്ത കണ്ണീരിലാണ് ഈ ഉമ്മ. ഈ അമ്മയുടെ തോരാത്ത കണ്ണീരിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മലയാളികൾ ഒത്തുചേരണം, ഒന്നിച്ച് സഹായിക്കണം. ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ പണം 10 ദിവസങ്ങൾക്ക് കണ്ടെത്തണം. ഉമ്മയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഉമ്മ എന്താ നമ്മുടെ മലയാളി സുഹൃത്തുക്കളോട് പറയുന്നത്? കാരണം മകൻ്റെ വധശിക്ഷ ഒഴിവാക്കണം, അതാണ് ആദ്യത്തെ കാര്യം. പിന്നീട് അയാൾ ജയിൽ മോചിതനാകുകയും വേണം. ഉമ്മ എന്താ പറയുന്നത്? പറഞ്ഞോളൂ. ഞാൻ ശ്രീകണ്ഠൻ നായരാണ്. ഉമ്മ അതെ, നിങ്ങൾ പറഞ്ഞു അതിനവർക്ക് പൈസ ചോദിക്കണ്ട, പൈസ കൊടുക്കാനുണ്ടായി കിട്ടണം. ഓരെത്രയോ കോടിക്കണക്കിൽ ഉറുപ്പ്യ ചോദിക്കണ്ടല്ലോ. ആ ഉറുപ്പ്യ ഇവിടെ നാട്ടുകാർ കൊടുത്താൽ എൻ്റെ കുട്ടീനെ കഴിച്ചിലാക്കുമെന്ന് പറഞ്ഞു.
നാട്ടുകാർ സ്വരൂപിച്ച് കൊടുത്താൽ എൻ്റെ കുട്ടി കഴിച്ചിലായി കിട്ടുന്നു. എനിക്ക് എൻ്റെ കുട്ടി ഒന്ന് കാണാൻ അങ്ങ് അറ്റം വരെ ഊതിണ്ട്. ഇതൊക്കെ ഉണ്ടായി സംഭവം ഞാൻ അറിഞ്ഞിരിക്കും. എന്തൊക്കെ പറയാൻ ഞാൻ ഒന്നും പറയാൻ കിട്ടണില്ല. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ കുട്ടി ഒന്ന് കാണാനുള്ള രീതി അള്ളാഹു തന്നിട്ടാൽ മതിക്കരുത്. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്ന് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് മനസ്സിന് സമാധാനം കിട്ടണില്ല. ഉമ്മ ഈ മകൻ അബ്ദുറഹീം ജയിലിലായതിനു ശേഷം എപ്പോഴെങ്കിലും ഉമ്മയോട് സംസാരിച്ചായിരുന്നോ? സംസാരിച്ചേനി ഇപ്പൊ ഈ നോമ്പിനുണ്ട്. നോമ്പ് പറയാൻ കഴിയൂല. ഓൻ ഇങ്ങോട്ട് വിളിക്കുമ്പോ എനിക്ക് സങ്കടം വരും. പറഞ്ഞത് ഇവിടെ ഇപ്പൊ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ, അത് കുറച്ച് മുന്നേ നടന്ന് കാണുകല്ലോ. അമ്മ എനിക്ക് അവിടെ എത്തിക്കൂടിനോ എന്നൊരുത്ത വാക്കാ ചോദിച്ചത്. മറുപടി പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ കുട്ടിനോട്. എന്തായാലും സമാധാനമായിട്ടിരിക്കും. എന്തെങ്കിലും നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ തന്നെ സംഘടിതമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഉമ്മയ്ക്ക് എത്ര മക്കളാണ്? ദാനം കിട്ടണില്ല. 6 ആള്. ഓക്കെ, എന്തായാലും ഉമ്മ വിഷമിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഉമ്മ. നമ്മളൊക്കെ ഉമ്മയുടെ കൂടെയുണ്ട്. മാത്രമല്ല നമ്മൾ മലയാളികളോടെല്ലാം ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവരൊക്കെ സഹായിക്കും. ഉമ്മ വിഷമിക്കാതിരിക്കുക, അതേ നമുക്ക് പറയാനുള്ളൂ. ഈ ഉമ്മയുടെ കണ്ണീര് തോരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് ഇദ്ദേഹത്തിന് 16-ാം തീയതി 10 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 10 ദിവസങ്ങൾക്കകം 34 കോടി രൂപ സ്വരൂപിക്കുക. ഏതാണ്ട് ഒരു 10% പണം ഇപ്പം തന്നെ സ്വരൂപിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ വിദേശ നാടുകൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും UK ഒക്കെ ഉള്ള മലയാളി സുഹൃത്തുക്കളെല്ലാം സംഘടിതമായി നീങ്ങിയാൽ തീർച്ചയായിട്ടും ഈ അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ അബ്ദുറഹീമിൻ്റെ സങ്കടകരമായ വാർത്ത പ്രേക്ഷകരിലേക്ക് 24 പുറത്തുവിടുന്നത്. ഈ ഉമ്മ പറയുന്നത് കേട്ടില്ലേ, എപ്പോഴെങ്കിലും ഈ മകൻ വാതിൽ മുട്ടുന്നതും പടി കടന്നു വരുന്നതൊക്കെ കാത്തിരിക്കുകയാണ് പാവം ഈ ഉമ്മ. 4 മക്കളിൽ ഒരാൾ ജയിലിൽ, അതും വധശിക്ഷയ്ക്ക് അവിടുത്തെ ഉന്നതമായ കോടതിയിൽ നിന്ന് തീരുമാനം വന്നതിന് ശേഷം കാത്തിരിക്കുകയാണ്. ഈ ബ്ലഡ് മണി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ സഹായിക്കണം. ഈ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഇത് കേൾക്കാതെ പോയ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സുഹൃത്തുക്കളോട് പറയുക. യൂട്യൂബിൽ നമ്മുടെ 24-ൻ്റെ യൂട്യൂബ് പേജിൽ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലൂടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും.